അങ്ങനെ നമ്മുടെ നീതുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആ വർത്താനൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനോട് പറയും ആ താലി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുധീഷ് ഒരു പെട്ടിക്കകത്താട്ടോ അത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ വേറൊരു പെട്ടി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറൊരു പെട്ടി ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ നിധി ചോദിക്കും, ഇതൊക്കെ എന്താ സുധീഷേ? താലിയല്ലേ, അപ്പൊ ഭദ്രായി സൂക്ഷിക്കാൻ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നിധി ഇട്ടിരുന്ന താലിയാണല്ലോ, അപ്പൊ വാല്യൂ കൂടുമല്ലോ എന്ന് പറയുമ്പോൾ ഓ എടുക്ക് വേഗം എന്ന് പറയുമ്പോൾ എടുക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടിന്ന് എടുത്തു കൊടുക്കാണ് കേട്ടോ. ഇങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് ചോദിക്കും, ഏയ് ഇതിപ്പോ എന്തിനാ ചോദിക്കുന്നേ, പണയം വെക്കാനോ വിൽക്കാനോ മറ്റാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ ഹരീഷിന്റെ കെട്ട് നടത്താനായിരിക്കും അല്ലേ, പെണ്ണിനെ അതിനവര് തരുമോ എന്ന് നമ്മുടെ സുധീഷ് ചോദിക്കുന്ന നേരത്തും അതിങ്ങ് താടോ എന്ന് പറയട്ടോ നമ്മുടെ നിധി. കേട്ടോന്നോ? അന്നേരം ആ മാല പിടിച്ചിട്ട് നമ്മുടെ നിധി കുറച്ചേരം നോക്കി നിന്ന് തലയിലൂടെ അങ്ങ് ഇട്ട് കേട്ടോ. അത് കാണുന്ന സുധീഷിന് ഭയങ്കര സന്തോഷം വേണം കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ ഭാസ്കരനാണെങ്കിൽ നീതുവിന്റെ അമ്മേനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം വായ അടക്ക് സ്ത്രീയെന്ന്. എന്നെ സ്ത്രീയെന്നോന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പുരുഷനാണോ? ഓട്ടോ സാധനത്തിന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോ എന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ നിധി ആണെങ്കിൽ സുധീഷിനോട് പറയും, വന്നേ എൻ്റെ കൂടെനെ അയച്ച സാധനം തിരിച്ചിട്ടോന്ന് ചോദിച്ചു ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. അങ്ങനെ നിധി ഇവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആ താലിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ നീതുവിൻ്റെ അമ്മയുടെ മുന്നിൽ പോയിട്ട് പറയും, നിർത്താനാ നിങ്ങളോട് ഞാൻ പറഞ്ഞേ എന്ന് പറയുമ്പോൾ എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ നീ ആരടി എന്ന് ചോദിക്കും. എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പൊ സുഭാഷ് നിധിയോട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ മിണ്ടല്ലേ, ഇനി ആരും ഇവിടെ നിന്ന് മിണ്ടാൻ പാടില്ല, ഇത്ര നേരം നിങ്ങളൊക്കെ സംസാരിച്ചല്ലോ, ഇനി ഞാൻ സംസാരിക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? ഈ വീട്ടിൽ ഒരു സ്ത്രീ വാഴില്ല എന്നുള്ള നാട്ടുകാരുടെ കുറ്റം പറിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീതുവിന്റെ അമ്മ അങ്ങ് മുഖം തിരിക്കുവേ. ഞാനിവിടെ ജീവിക്കുന്നില്ലേ, ഞാനേ സുധീഷിനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ട് 4-5 മാസം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷിനും നികേഷിനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനേ ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ നാട്ടുകാരെ ഞാനിവിടെ നിൽക്കില്ല, വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നല്ലേ, എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ, ഈ വീട്ടുകാരെ എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രനൊക്കെ ദേഷ്യം പിടിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാരും കൂടി സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.